നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ ഫോട്ടോ പൊട്ടിയത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ എന്താ ആലോചിക്കുന്ന? എന്നാ പിന്നെ നമുക്കതങ്ങ് നടത്തിയാലോ? ഏത് കല്യാണം? ആരുടെ? നമ്മുടെ മോന്റെ. രമ്യ നല്ല കുട്ടിയാ. അത് നിനക്ക്, എനിക്കങ്ങനെയല്ല. പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. രാജകുമാരി വരും എന്റെ മോനെ കെട്ടാൻ. വരും വരും, കാത്തിരുന്നാ മതി. നിങ്ങളുടെ ഈ പിടിവാശി കാരണം നശിക്കാൻ പോകുന്നത് എന്റെ മോന്റെ ഭാവിയാ. രമ്യ ഈ വീട്ടിലെ മരുമകളായിട്ട് വന്ന ഗുണം നമുക്ക് തന്നെയാ. അതിനു പകരം പകൽക്കിനാവ് കണ്ടോണ്ടിരിക്ക. രാജകുമാരി വരെ അത്ര. നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഒരു രാജകുമാരിയും വരാൻ പോകുന്നില്ല. നമ്മുടെ മോന്റെ രാജകുമാരി അവളാ, രമ്യ. നിന്നെ ഒന്ന് തനിച്ചിട്ട് വന്നപ്പോ മുതലേ ഞാൻ ആഗ്രഹിക്കുന്നതാ. ഇപ്പഴാ അതിനൊരു അവസരം കിട്ടിയത്. ദീപക് എന്നാ തിരിച്ചു പോകുന്ന? വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് പറഞ്ഞുവിടാൻ തിടുക്കായോ? ഞാൻ ഇനി ഇവിടെ തന്നെ കാണും, എന്റെ ഋതുവിന്റെ അടുത്ത്. എന്റെ ചെറിയമ്മ അന്വേഷിക്കുന്നുണ്ട്. പോവാൻ വരട്ടെ. അമേരിക്കയിൽ നിന്ന് ഋതുവിന് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട, ഇത് സാനിക്ക് കൊടുത്തേക്ക്. സാനിക്ക് ഞാൻ വേറെ കൊടുത്തു. ഇത് ഋതുവിന് വേണ്ടി മാത്രം വാങ്ങിയതാ. എന്തായിരിക്കും ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് എന്ന് ഊഹിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊന്നിട്. എനിക്കിതൊന്നും വേണ്ട. ഇത്തരം ഡ്രസ്സുകള് ഞാൻ ഇടാറില്ല. അങ്ങനെ അങ്ങ് പോവല്ലേ. ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നല്ലേ ഇത്. ഇത് നീ ഇട്ട് കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നീ ഇതിടും. അത് ദീപക്കാണോ തീരുമാനിക്കുന്നേ? അതെ, ഞാനാ തീരുമാനിക്കുന്നത്. തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞതനുസരിക്കടി. നീ ഇത് ഇട്ട് കഴിയുമ്പോഴുള്ള സൗന്ദര്യം എനിക്കൊന്ന് കാണണം. സൗന്ദര്യം ഇല്ലെങ്കിലോ? നീ ഇടും. ഇടാതെ നിന്നെ ഞാൻ ഈ മുറിന്ന് വിടില്ല. എനിക്ക് ഇവിടുന്ന് പോവാൻ ആരുടെ അനുവാദമൊന്നും വേണ്ട, പ്രത്യേകിച്ച് നിങ്ങളുടെ. അതെ, ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല ഒരു പെണ്ണിന്. നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റുമോ? ഞാനൊന്ന് നോക്കട്ടെ. പറഞ്ഞു അനുസരിക്കില്ലല്ലേ? പറഞ്ഞു മനസ്സിലാവില്ലല്ലേ? പാടി അങ്ങോട്ട്. എന്റെ അച്ഛന്റെ ഫോട്ടോ പൊട്ടിക്കുമല്ലേ? എന്താ ഇവിടെ നടക്കുന്നേ? ഞാൻ ഈ ഡ്രസ് ഒന്നും ഇടാൻ പറഞ്ഞപ്പോ ഇവൾക്ക് പറ്റില്ലെന്ന്. എന്ന് വെച്ച് ഇങ്ങ് തന്നെ. നീ ഇങ്ങ് വാ. വരാൻ. എന്തുപറ്റി? കണ്ടില്ലേ രാജു, ഒരു ഫോട്ടോ ആയിട്ട് പോലും ഈ മുറിയിലിരിക്കാൻ അച്ഛന് താല്പര്യമില്ല. എന്താ സംഭവിച്ചത്? എങ്ങനെ ഈ ഫോട്ടോ പൊട്ടിയത്? എന്തിനാ മാഡം കരയുന്നത്?
കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പോട്ടെ മോളെ, പൊട്ടിയ ഫോട്ടോ ഫ്രെയിം ചെയ്തെടുക്കാവുന്നല്ലേ ഉള്ളൂ. മോള് വിഷമിക്കണ്ട. ആ അതെ, ഞാൻ പോയി ചെയ്തോണ്ടിരാ. ഞാനും വരാം. അച്ഛന്റെ ഫോട്ടോ ഇല്ലാത്ത മുറിയിൽ താമസിക്കാൻ എനിക്ക് കഴിയില്ല. വാ ശരി ചേച്ചി. മാഡം വിഷമിക്കണ്ട, പൊട്ടിയ ചില്ല് നമുക്ക് മാറ്റിയിടാലോ. ഫോട്ടോയുടെ ചില്ല് മാറ്റിയിടാം. മനസ്സിലുടഞ്ഞു പോയ ചില്ലുണ്ടല്ലോ, അതെങ്ങനെയാ രാജു മാറ്റിയിടുന്നത്? എന്റെ സങ്കടം ആർക്കും മനസ്സിലാവില്ല. രാജുനറിയോ, അമ്പലങ്ങളിൽ പോലും കേടാവുന്ന വിഗ്രഹങ്ങൾ മാറും. അതിന് എന്ത് സംഭവിച്ചെന്നാ? ഒന്നും സംഭവിച്ചില്ലേ? അപശകനല്ലേ ഇത്? വലിയ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. ഏയ് അതൊന്നുമില്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. മാഡം സമാധാനായിട്ടിരിക്കെ. മാഡം പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ പോയി ശരിയായി കൊണ്ടുവരാം. ഞാനും വരാം രാജു. ഏയ് വേണ്ട മാഡം, മാഡം വണ്ടി തന്നെ ഇരുന്നാ മതി. കാണിക്കുന്നത് കണ്ടിട്ട് മനസ്സിലായില്ലേ? താൻ എന്തിനാ ഈ പോസ്റ്ററിന്റെ മുകളിൽ തന്റെ പോസ്റ്റർ കൊണ്ടുവന്ന് ഒട്ടിച്ചത്? അതങ്ങനെയാണല്ലോ പതിവ്. മുകളിൽ ഒട്ടിക്ക. അങ്ങനെ മുകളിൽ ഒട്ടിക്കണ്ട. മര്യാദക്ക് തന്റെ പോസ്റ്റർ എടുത്ത് മാറ്റ്. പോസ്റ്റർ മാറ്റാനോ? അത് ഒട്ടിച്ചു കഴിഞ്ഞില്ലേ? അത് മര്യാദക്ക് മാറ്റല്ല പറഞ്ഞത്. മാറ്റിയില്ലെങ്കിലേ എന്റെ സ്വഭാവം താൻ അറിയും. പിന്നെ എന്നാ ഒന്ന് അറിയണമല്ലോ. നീ ആരാടി? ദേ, എന്നെ എടിപ്പോടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ എന്ത് ചെയ്യും? ആഹാ, തനിക്ക് അത്രയ്ക്ക് അഹങ്കാരോ? തന്നെ ഞാനൊന്ന് കാണിച്ചു തരാം. നിക്കവിടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.